ഇതുവരെ കണ്ടതൊന്നുമല്ല ആക്ഷൻ. ഹോങ്കോങ് സിനിമയിലെ 1000 കോടി ക്ലബ്ബ് വിസ്മയ ചിത്രം ഇന്ത്യയിലേക്ക് 3 ഭാഷകളിലായിട്ടാണ് ട്രെയിലർ റിലീസ് ചെയ്തിരിക്കുന്നത്. മാർഷൽ ആർട്സിൽ ആക്ഷൻ ഗണത്തിൽപ്പെടുന്ന ചിത്രം കേരളത്തിൽ സൻഹ സ്റ്റുഡിയോസ് ആണ് വിതരണത്തിന് എത്തിക്കുന്നത്. ഹോങ്കോങ് സിനിമയിലെ വമ്പൻ ഹിറ്റായി മാറിയ ട്വിലൈറ്റ് ഓഫ് ദി വാരിയേഴ്സ് വാൾഡ് ഇൻ എന്ന ചിത്രം ഇന്ത്യൻ ഭാഷകളിൽ റിലീസിനൊരുങ്ങുന്നു. ഹോങ്കോങ്ങിലും ചൈനയിലും 2024 മെയ് മാസത്തിൽ തിയേറ്ററുകളിലെത്തിയ ചിത്രമാണത്. മാർഷൽ ആർട്സ് ആക്ഷൻ ഗണത്തിൽപ്പെടുന്ന ചിത്രം ആഭ്യന്തര വിപണിയിൽ നേടിയ വൻ സ്വീകാര്യതയ്ക്ക് പിന്നാലെ US, UK, ഫ്രാൻസ്, സൗത്ത് കൊറിയ എന്നിവിടങ്ങളിൽ നിരവധി വിദേശ മാർക്കറ്റുകളിലേക്കും പറന്നു. അവിടെയൊക്കെ മികച്ച കളക്ഷനും സ്വന്തമാക്കി. ഇതുവരെയുള്ള ആഗോള ഗ്രോസ് 1000 കോടി അടുക്കും എന്നാണ് റിപ്പോർട്ടുകൾ. ഹോങ്കോങ് സിനിമയിലെ എക്കാലത്തെയും വലിയ ഹിറ്റുകളിലൊന്നുമാണ് ഈ ചിത്രം. ഹോങ്കോങ് വാരിയേഴ്സ് എന്ന പേരിലാണ് ചിത്രം ഇന്ത്യൻ തിയേറ്ററുകളിലെത്തുക. തെലുങ്ക്, ഇംഗ്ലീഷ്, ഹിന്ദി, തമിഴ് ഭാഷകളായി ചിത്രം ഇന്ത്യൻ തിയേറ്ററുകളിൽ എത്തുക. ജനുവരി 24-നാണ് ഇന്ത്യൻ റിലീസ്. റിലീസിനോട് മുന്നോടിയായി ഇന്ത്യൻ ഭാഷകളിലെ ട്രെയിലറും വിതരണക്കാർ പുറത്തുവിട്ടിട്ടുണ്ട്. കേരളത്തിൽ ചിത്രം വിതരണത്തിന് എത്തിക്കുന്നത് ശ്രീ ഹനുമാൻ മൂവി മേക്കേഴ്സുമായി ചേർന്ന സൻഹ സ്റ്റുഡിയോസ് ആണ്. ഇന്ത്യൻ സിനിമയിൽ ആക്ഷൻ ചിത്രങ്ങൾക്ക് വലിയ വിജയമാണ് നേടിക്കൊണ്ടിരിക്കുന്നത്. ഹോങ്കോങ് വാരിയേഴ്സും ഇന്ത്യൻ പ്രേക്ഷകരെ ആകർഷിക്കുമെന്ന് വിതരണക്കാർ പറയുന്നു. സോയി ചിയാങ് സംവിധാനം ചെയ്ത് ലൂയിസ് കു, സാമോഹങ്, റിച്ചി ജൻ, റൈമണ്ട് ലാം, ടെറൻസ് ലോ, കെന്നി വോങ്, ഫിലിപ്പ് എൻജി, ടോണി വു, ജർമൻ ചിയുങ് എന്നിവർ അഭിനയിച്ച ഒരു ഹോങ്കോങ് ആയോധനകല ആക്ഷൻ ചിത്രമാണിത്. ലൂയിയുടെ സിറ്റി ഓഫ് ദ ഡാർക്ക്നെസ് എന്ന നോവലിനെയും ആൻഡി സെറ്റോയുടെ അതേ പേരിലുള്ള മാൻഹുവയെയും അടിസ്ഥാനമാക്കിയാണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നത്. 2004 മെയ് 1 ഹോങ്കോങ്ങിലും ചൈനയിലും റിലീസ് ചെയ്തു. 2004 കാനിൻ്റെ ഔദ്യോഗിക തിരഞ്ഞെടുപ്പിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ചിത്രം നിരൂപ പ്രശംസ നേടിയിരുന്നു. ഹോങ്കോങ്ങിൽ എക്കാലത്തെയും ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ രണ്ടാമത്തെ ആഭ്യന്തര ചിത്രവുമായി മാറിയിരിക്കുകയാണ് ഈ ചിത്രം.